ഹായ് വെൽക്കം. ഞാൻ എടുക്കാൻ പോകുന്ന പേപ്പറിന്റെ പേര് കൗൺസിലിംഗ് സൈക്കോളജി. നമ്മുടെ കോഡ് വരുന്നത് BPCC114 ആണ്. അപ്പം ഈ ഒരു പേപ്പറിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് മുതലായതിനെ പറ്റിയിട്ടൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് സൈക്കോളജി തന്നെയാണ്. ആൻഡ് യൂണിറ്റ് അതിനകത്ത് നമുക്ക് ഒരു 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് സൈക്കോളജി. അതുപോലെ അതിനകത്ത് വരുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഡിഫൈനിങ് കൗൺസിലിംഗ്, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് കൗൺസിലിംഗ് സൈക്കോളജി, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കൗൺസിലിംഗ് സൈക്കോളജി, പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് കൗൺസിലർ. ഓക്കെ, പിന്നെ ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്, ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ആസ്പെക്ട്സ് ഓഫ് കൗൺസിലിംഗ്, കൗൺസിലിംഗ് ഇൻ ഇന്ത്യ. ഇത്രയും ആയപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കഴിയും. ആൻഡ് സെക്കൻഡ് യൂണിറ്റിലോട്ട് പോകുമ്പോൾ സെക്കൻഡ് യൂണിറ്റിന്റെ പേര് പറയുന്നത് കൗൺസിലിംഗ് പ്രോസസ് ആണ്. ആൻഡ് ഇതിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് പ്രോസസ്, അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസും സ്റ്റേജസും നോക്കുന്നുണ്ട്. പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൗൺസിലിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സെറ്റിംഗ് അഥവാ ആ ഒരു കോണ്ടെക്സ്റ്റിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ പ്രോസസ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ക്ലയന്റ് ഫാക്ടേഴ്സ്, ഇത്രയും പിന്നെ കൗൺസിലിംഗ് ഫാക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ കൗൺസിലിംഗ് പ്രോസസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കുന്നത്. ആൻഡ് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഇൻ കൗൺസിലിംഗ്. ഇത്രയും ആയപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് അവിടെ അവസാനിച്ചു. പിന്നെ നമ്മൾ തേർഡ് യൂണിറ്റിൽ പോകുമ്പോൾ യൂണിറ്റിന്റെ പേര് അസസ്മെന്റ് ഇൻ കൗൺസിലിംഗ് ആണ്. ഇതിൽ നമ്മൾ നോക്കുന്നത് ഡിഫൈനിങ് അസസ്മെന്റ് ഓഫ് കൗൺസിലിംഗ്, ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് അസസ്മെന്റ് പ്രാക്ടീസസ് ഇൻ കൗൺസിലിംഗ്, ഡിഫറൻസ് ബിറ്റ്വീൻ അസസ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. ഓക്കെ, പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് അസസ്മെന്റ് എന്താണ്, ടെസ്റ്റിംഗ് എന്താണ്, അതെങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത് എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യും. ആൻഡ് നെസസറി കണ്ടീഷൻസ് ഫോർ കോമ്പീറ്റൻസി ഓഫ് കൗൺസിലർ ടു യൂസ് അസസ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ് അഥവാ ACA കോഡ് ഓഫ് എത്തിക്സ് ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുക. പിന്നെ മെത്തേഡ്സ് ഓഫ് അസസ്മെന്റ്, അതിൽ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട്, നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ടെക്നിക്സിനെ പറ്റി പഠിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓൺലൈൻ ടെസ്റ്റിംഗ് പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഏരിയാസ് ഓഫ് അസസ്മെന്റ്, ഇഷ്യൂസ് ഇൻ അസസ്മെന്റ്. ഇത്രയുമായപ്പം നമ്മുടെ യൂണിറ്റ് 3 അവസാനിച്ചു. അതോടെ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ബ്ലോക്കിന്റെ പേര് വരുന്നത് തിയറട്ടിക്കൽ അപ്രോച്ചസ് ആൻഡ് റിലേറ്റഡ് തെറാപ്പീസ് ആണ്. ഇതിൽ നമുക്ക് 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് അഥവാ ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് തിയറട്ടിക്കൽ അപ്രോച്ചസ് ടു കൗൺസിലിംഗ് ആൻഡ് റിലേറ്റഡ് തെറാപ്പീസ് 1. ഓക്കെ, അതിൽ സൈക്കോ ഡൈനാമിക് അപ്രോച്ചസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിൽ വരുന്ന കണ്ടന്റ്സ് എന്തൊക്കെയാന്ന് നോക്കിയാൽ സൈക്കോ അനാലിസിസ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, ഗോൾസ്, ടെക്നിക്സ് ആൻഡ് ഇവാലുവേഷൻ, ഇത്രയും നമ്മൾ പഠിക്കും. പിന്നെ അതുപോലെ സൈക്കോ അനലിറ്റിക്കലി ഓറിയന്റഡ് സൈക്കോ തെറാപ്പി എന്താണെന്ന് പഠിക്കും. അതുപോലെ നമ്മൾ ഇൻസൈറ്റ് തെറാപ്പി പഠിക്കും, അതിന്റെ ഗോൾസും ടെക്നിക്സും ഇവാലുവേഷനും പഠിക്കും. ഇത്രയും ആയപ്പോൾ നമ്മുടെ ഫോർത്ത് യൂണിറ്റ് അഥവാ സൈക്കോ ഡൈനാമിക്സ് സൈക്കോ അനാലിസിസിനെ കുറിച്ചുള്ളത് കഴിഞ്ഞു. ആൻഡ് അതിനുശേഷം നമ്മൾ യൂണിറ്റ് 5 പോകുമ്പോൾ തിയറട്ടിക്കൽ അപ്രോച്ചസ് ടു കൗൺസിലിംഗ് ആൻഡ് റിലേറ്റഡ് തെറാപ്പീസ് സെക്കൻഡ്. അതിൽ എക്സിസ്റ്റൻഷ്യൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ് പഠിക്കുന്നത്. എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി, അതിന്റെ റോൾ ഓഫ് കൗൺസിലർ, പിന്നെ അതുപോലെ എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയുടെ ടെക്നിക്സ് പഠിക്കുന്നുണ്ട്, അതിന്റെ ഇവാലുവേഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ പേഴ്സൺ സെന്റേർഡ് തെറാപ്പി പഠിക്കും, അതിന്റെയും ഈ പറഞ്ഞ പോലെ തന്നെ റോൾ ഓഫ് കൗൺസിലർ, ടെക്നിക്കൽ ഇവാലുവേഷൻ, ഇത്രയും അതിന്റെയും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത്രയും ആയപ്പോൾ നമ്മുടെ യൂണിറ്റ് 5 കഴിഞ്ഞു. ചെറിയൊരു യൂണിറ്റ് ആയിരുന്നു. ആൻഡ് ദെൻ യൂണിറ്റ് 6ലേക്ക് വരുമ്പോൾ നമ്മൾ അടുത്ത ഒരു തെറാപ്പി അഥവാ തിയററ്റിക്കൽ അപ്രോച്ചസ് ടു കൗൺസിലിംഗ് ആൻഡ് റിലേറ്റഡ് തെറാപ്പീസ് 3 നോക്കുമ്പോൾ കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ അപ്രോച്ചാണ് പഠിക്കുന്നത്. ഇതിൽ ബിഹേവിയറൽ തെറാപ്പി ആദ്യം പഠിക്കുന്നുണ്ട്, അതിന്റെ എമർജൻസ്, അസംപ്ഷൻസ്, തിയററ്റിക്കൽ ഫ്രെയിംവർക്സ്, റോൾ ഓഫ് ക്ലയന്റ് ആൻഡ് കൗൺസിലർ, ടെക്നിക്സ്, ഇവാലുവേഷൻ. ഇത്രയും ബിഹേവിയർ തെറാപ്പിനെ പറ്റി പഠിക്കും. അതുപോലെ തന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം കോഗ്നിറ്റീവ് തെറാപ്പി പഠിക്കും, അതിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ എമർജൻസ്, അസംപ്ഷൻസ്, തിയററ്റിക്കൽ ഫ്രെയിംവർക്സ്, റോൾ ഓഫ് ക്ലയന്റ് ആൻഡ് കൗൺസിലർ, ടെക്നിക്സ്, ഇവാലുവേഷൻ. ഇത്രയും നമ്മൾ അതിന്റെ പഠിക്കുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി നോക്കും. അതിന്റെ ഈ പറഞ്ഞ പോലെ എമർജൻസ് ടു ഇവാലുവേഷൻ നമ്മൾ കംപ്ലീറ്റ് നോക്കുന്നുണ്ട്. പിന്നെ കണ്ടംപററി തെറാപ്പീസ് നമ്മൾ നോക്കുന്നുണ്ട്. അടുത്തത് യൂണിറ്റ് 7 നമ്മൾ പോസ്റ്റ് മോഡേൺ അപ്രോച്ചസ് ആണ് നോക്കുന്നത്. അതിൽ
ചോയ്സ് തിയറി പഠിക്കും. അതിൽ നമ്മൾ റിയാലിറ്റി തെറാപ്പി പഠിക്കുന്നുണ്ട്. പിന്നെ ഫെമിനിസ്റ്റ് തിയറി പഠിക്കും. കൺസ്ട്രക്റ്റിവിസ്റ്റ് ആൻഡ് സോഷ്യൽ കൺസ്ട്രക്ഷനിസ്റ്റ് തിയറീസ് പഠിക്കുന്നുണ്ട്. ഫാമിലി സിസ്റ്റംസ് തിയറി ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് തെറാപ്പിനെ പറ്റി പഠിക്കും. മൾട്ടി മോഡൽ തെറാപ്പി. ഇത്രയും ആയപ്പോൾ നമ്മുടെ യൂണിറ്റ് 7 കഴിയും. ആൻഡ് നമ്മുടെ ബ്ലോക്ക് 2 അവിടെ കഴിയും. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ബ്ലോക്ക് 3. പേര് പറയുന്നത് കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ്. നോക്കുമ്പോൾ നമ്മുടെ യൂണിറ്റ് 8 തുടങ്ങാം. യൂണിറ്റ് 8 തുടങ്ങുമ്പോൾ നമ്മുടെ യൂണിറ്റ് 8ന്റെ പേര് കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് 1. ഇതിൽ നമ്മൾ റാപ്പോ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കുന്നുണ്ട്. പേഴ്സൺ സെന്റേഡ് കൗൺസിലിംഗ്, ബേസിക് സ്കിൽസ് ഓഫ് കൗൺസിലിംഗ്, കേസ് ഹിസ്റ്ററി ആൻഡ് ഇന്റർവ്യൂ, സൈക്കോ എഡ്യൂക്കേഷൻ, കൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ക്രൈസിസ് ഇന്റർവെൻഷൻ, ഗ്രീഫ് ആൻഡ് ബെറേവ്മെന്റ് കൗൺസിലിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 8 പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു യൂണിറ്റ് ആണ്. ആൻഡ് യൂണിറ്റ് 9 നോക്കുമ്പോൾ കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് 2. അതിൽ മ്യൂസിക് തെറാപ്പി, ആർട്ട് തെറാപ്പി ആൻഡ് പ്ലേ തെറാപ്പി പഠിക്കും. അതിൽ മ്യൂസിക് തെറാപ്പി അതിൻ്റെ എങ്ങനെ അല്ലെങ്കിൽ ഡിഫൈനിങ് മ്യൂസിക് തെറാപ്പി പഠിക്കും. ഹിസ്റ്ററി, അതിൻ്റെ ബെനിഫിറ്റ്സ്, അപ്രോച്ചസ് ടു മ്യൂസിക് തെറാപ്പി, മ്യൂസിക് തെറാപ്പി ഇൻ ഇന്ത്യ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതുപോലെ നമ്മൾ ആർട്ട് തെറാപ്പീനെ പഠിക്കും. അതിനെ ഡിഫൈനിങ് ആർട്ട് തെറാപ്പി, തെറാപ്യൂട്ടിക് യൂസസ് ഓഫ് ആർട്ട് തെറാപ്പി ഇൻ ആർട്ട് തെറാപ്പി, അതുപോലെ ടെക്നിക്സ്, ഇത്രയും ആർട്ട് തെറാപ്പീനെ പറ്റി പഠിക്കും. പിന്നെ പ്ലേ തെറാപ്പിയിലും ഈ പറഞ്ഞ പോലെ തന്നെ അപ്രോച്ചസ് പഠിക്കുന്നുണ്ട്, തെറാപ്യൂട്ടിക് ഫാക്ടേഴ്സ് പഠിക്കുന്നുണ്ട്, മെറ്റീരിയൽ ഫോർ പ്ലേ തെറാപ്പി ആൻഡ് ടെക്നിക്സ്. ഇത്രയും ആയപ്പോൾ നമ്മുടെ യൂണിറ്റ് 9 ഇവിടെ കഴിയാണ്. അടുത്തത് മൂവിങ് ഓൺ ടു യൂണിറ്റ് 10, കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് 3 ആണ്. അതിൽ ഡാൻസ് ആൻഡ് മൂവ്മെന്റ് തെറാപ്പി, ഡ്രാമ തെറാപ്പി, ഇതാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഡാൻസ് ആൻഡ് മൂവ്മെന്റ് തെറാപ്പി, അപ്രോച്ചസ് ടു ഡാൻസ് ആൻഡ് മൂവ്മെന്റ് തെറാപ്പി, പിന്നെ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഡാൻസ് ആൻഡ് മൂവ്മെന്റ് തെറാപ്പി, പിന്നെ BASCICS ആൻഡ് ഇൻട്രാ ഓർ ഇന്റർനാഷണൽ മോഡൽ ഓഫ് ഡാൻസ് ആൻഡ് മോഡൽ തെറാപ്പി, എന്താ നമ്മൾ പഠിക്കും. ആൻഡ് ദെൻ തെറാപ്യൂട്ടിക് എഫക്ട്സ് ഓഫ് ഡാൻസ് ആൻഡ് മൂവ്മെന്റ് തെറാപ്പി, ഇൻട്രൊഡക്ഷൻ ടു ഡ്രാമ തെറാപ്പി. ഓക്കെ, അടുത്ത ഡ്രാമ തെറാപ്പിയിലേക്ക് കിടക്കുകയാണ്. അതിനുശേഷം റോൾ ഓഫ് ഡ്രാമ തെറാപ്പിസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സ്റ്റേജസ് ഓഫ് ഡ്രാമ തെറാപ്പി, കീ കൺസെപ്റ്റ്സ് ഓഫ് ഡ്രാമ തെറാപ്പി, ടെക്നിക്സ് ഓഫ് ഡ്രാമ തെറാപ്പി. ഇത്രയും ആയപ്പം നമ്മുടെ യൂണിറ്റ് 10 കഴിഞ്ഞു. നമ്മുടെ ബ്ലോക്ക് 3 അവിടെ കഴിയും. അടുത്ത നമ്മൾ ബ്ലോക്ക് 4 ആണ് നോക്കുന്നത്. അതിൽ നമ്മുടെ ബ്ലോക്ക് 4ന്റെ പേര് ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് കൗൺസിലിംഗ് ആണ്. ഇതിൽ യൂണിറ്റ് 11 ചൈൽഡ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ്. ഇതിൽ നമ്മൾ നോക്കുന്നത് ഡെവലപ്മെന്റൽ ചേഞ്ചസ് ഡ്യൂറിങ് അഡോളസെന്റ്, പിന്നെ ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ഡിസോർഡേഴ്സ്, പിന്നെ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, സബ്സ്റ്റൻസ് യൂസ് ആൻഡ് ഇമ്പാക്ട്സ്, പിന്നെ അതുപോലെ തന്നെ കൗൺസിലിംഗ് ചിൽഡ്രൻ ആൻഡ് അഡോളസെന്റ്സ്, പിന്നെ കൗൺസിലിംഗ് ഇൻ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ, പിന്നെ അതുപോലെ തന്നെ അതിന്റെ പ്രിവെൻഷനും ട്രീറ്റ്മെന്റും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ കോമൺലി യൂസ്ഡ് അപ്രോച്ചസ് ടു ട്രീറ്റ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ യൂണിറ്റ് 11 എന്ന് പറയുന്നത്. അതിനുശേഷം യൂണിറ്റ് 12 നോക്കുമ്പോൾ സ്കൂൾ ആൻഡ് കരിയർ കൗൺസിലിംഗിലേക്ക് പോകും. അവിടെ സ്കൂൾ കൗൺസിലിംഗ്, അതിന്റെ ഇമ്പോർട്ടൻസ്, എത്തിക്സ് മുതലായ കാര്യങ്ങൾ നോക്കും. പിന്നെ സ്കോപ്പ് ഓഫ് സ്കൂൾ കൗൺസിലിംഗ് നോക്കുന്നുണ്ട്. സ്കൂൾ കൗൺസിലിംഗ് ഇൻ ഇന്ത്യ, കരിയർ കൗൺസിലിംഗ്, തിയറീസ് ഓഫ് കരിയർ ഡെവലപ്മെന്റ്, കരിയർ കൗൺസിലിംഗ് ഇൻ ഇന്ത്യ. ഇത്രയും ആയപ്പോൾ നമ്മുടെ യൂണിറ്റ് 12 അവിടെ കഴിയാണ്. അതിനുശേഷം യൂണിറ്റ് 13ലേക്ക് പോകുമ്പോൾ കപ്പിൾ ആൻഡ് ഫാമിലി കൗൺസിലിംഗ് ആണ്. അതിൽ നമ്മൾ പഠിക്കുന്നത് നീഡ് ഫോർ കപ്പിൾ ആൻഡ് ഫാമിലി കൗൺസിലിംഗ്, നേച്ചർ, സ്കോപ്പ് ആൻഡ് ഗോൾസ്, കീ കൺസെപ്റ്റ്സ്, ഡെവലപ്മെന്റൽ മോഡൽസ് ഓഫ് ഫാമിലി ലൈഫ്, ടെക്നിക്സ് യൂസ്ഡ് ഇൻ കപ്പിൾ ആൻഡ് ഫാമിലി കൗൺസിലിംഗ്, പിന്നെ ഫാമിലി കൗൺസിലിംഗ്, തിയററ്റിക്കൽ അപ്രോച്ചസ് ആൻഡ് തെറാപ്പി. അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ യൂണിറ്റ് 13 എന്ന് പറയുന്നത്. പിന്നെ മൂവിങ് ഓൺ ടു യൂണിറ്റ് 14, അവിടെ നമ്മൾ നോക്കുന്നത് പേര്, നമ്മുടെ യൂണിറ്റ് 14ന്റെ പേര് പറയുന്നത് കൗൺസിലിംഗ് അറ്റ് വർക്ക് പ്ലേസ് ആണ്. അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ എന്താണ് വർക്ക് പ്ലേസ് കൗൺസിലിംഗ് എന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നേച്ചർ ആൻഡ് കൾച്ചർ ഓഫ് ഓർഗനൈസേഷൻസും, പിന്നെ നമ്മുടെ വർക്ക് പ്ലേസ് കൗൺസിലിങ്ങിനെ ഡിഫൈനിങ് കൂടെ ചെയ്യുന്നതിലൂടെ ഫസ്റ്റത്തെ ഒരു പോർഷൻ കഴിയും. അതിനുശേഷം ഹിസ്റ്ററി ഓഫ് വർക്ക് പ്ലേസ് കൗൺസിലിംഗ്, മോഡൽസ് ഓഫ് വർക്ക് പ്ലേസ് കൗൺസിലിംഗ്, പർപ്പസ് ഓഫ് വർക്ക് പ്ലേസ് കൗൺസിലിംഗ്, challenges to counselors in workplace counseling, future scope of workplace counseling and workplace counseling in India.
ഇത്രയുമായപ്പോൾ നമ്മുടെ യൂണിറ്റ് 14 കഴിഞ്ഞു. അടുത്തത് യൂണിറ്റ് 15 എന്ന് പറയുന്നത് കൗൺസിലിംഗ് ഫോർ സ്പെഷ്യൽ പോപ്പുലേഷൻ ആണ്. അവിടെ നമ്മൾ പഠിക്കുന്നത് ജെറിയാട്രിക് കൗൺസിലിംഗ് പഠിക്കുന്നുണ്ട്, പ്രോബ്ലംസ് റിലേറ്റഡ് ടു മെന്റൽ ഹെൽത്ത് ഇൻ ജെറിയാട്രിക് പോപ്പുലേഷൻ നോക്കുന്നുണ്ട്, ഗോൾസ് ഓഫ് കൗൺസിലിംഗ് ഇൻ ജെറിയാട്രിക് പോപ്പുലേഷൻ, കോമൺലി യൂസ്ഡ് കൗൺസിലിംഗ് ടെക്നിക്സ് ഇൻ ജെറിയാട്രിക് പോപ്പുലേഷൻ, പിന്നെ അതുപോലെ തന്നെ HIV അല്ലെങ്കിൽ എയ്ഡ്സ് കൗൺസിലിംഗ്, ഗോൾസ് ഓഫ് കൗൺസിലിംഗ് ഇൻ HIV ഓർ എയ്ഡ്സ്, പിന്നെ അതുപോലെ തന്നെ കോമൺലി യൂസ്ഡ് കൗൺസിലിംഗ് ടെക്നിക്സ് ഇൻ HIV ഓർ എയ്ഡ്സ്, പിന്നെ സ്പെഷ്യൽ സിനാരിയോസ് ഇൻ HIV ഓർ എയ്ഡ്സ് കൗൺസിലിംഗ്, പിന്നെ അതുപോലെ തന്നെ കോമൺ ബാരിയേഴ്സ് അസോസിയേറ്റഡ് വിത്ത് HIV കൗൺസിലിംഗ്, കൗൺസിലിംഗ് ഇൻ ടെർമിനൽ ഇൽനെസ്, psychological reactions shown by terminally ill people, and goals of counseling in terminally ill patient. ഇച്ചിരി വലിയൊരു യൂണിറ്റ് ആണ്. കോമൺലി യൂസ്ഡ് ടെക്നിക്സ് ഇൻ ടെർമിനൽ ഇൽനെസ്, പിന്നെ കോമൺ അപ്രോച്ചസ് ടു കൗൺസിലിംഗ് ഇൻ ടെർമിനൽ ഇൽനെസ്, കൗൺസിലിംഗ് ഫോർ സൈക്കോളജിക്കൽ ട്രോമ, ഗോൾസ് ഓഫ് സൈക്കോതെറാപ്പി ഇൻ ക്ലയൻസ് ഡീലിംഗ് വിത്ത് ട്രോമ, കോമൺലി യൂസ്ഡ് കൗൺസിലിംഗ് ടെക്നിക്സ് ഇൻ സൈക്കോളജിക്കൽ ട്രോമ. അപ്പം ഇങ്ങനെ ഒരു വലിയ യൂണിറ്റ് ആണ് നമ്മുടെ യൂണിറ്റ് 15 എന്ന് പറയുന്നത്. വലിയൊരു യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, ഇത്രയും ആയപ്പോൾ നമ്മുടെ ബ്ലോക്ക് 4 അവസാനിച്ചു. ഇനി ബ്ലോക്ക് 5 കണ്ടംപററി ട്രെൻഡ്സ്. ഇതിൽ യൂണിറ്റ് 16 എന്ന് പറയുന്നത് ഇന്ത്യൻ അപ്രോച്ചസ് ടു കൗൺസിലിംഗ് ആണ്. ഇതിൽ നമ്മൾ കൗൺസിലിംഗ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ഇൻഡിജീനിയസ് അപ്രോച്ചസ് നോക്കുന്നുണ്ട്, ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഫോർ കൗൺസിലിംഗ്, ദ വേ ഫോർവേഡ്. ഇത്രയുമായപ്പോൾ നമ്മുടെ യൂണിറ്റ് 16 അവസാനിച്ചു. ഓക്കെ, അതൊരു ചെറിയ യൂണിറ്റ് ആയിരുന്നു. ആൻഡ് അതിനുശേഷം യൂണിറ്റ് 17 നോക്കുമ്പോൾ കൗൺസിലിംഗ് ആൻഡ് ടെക്നോളജി എന്നാണ് യൂണിറ്റിന്റെ പേര് വരുന്നത്. അതിൽ കണ്ടന്റ്സ് നമ്മൾ പഠിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് കൗൺസിലിംഗ് ആൻഡ് ടെക്നോളജി, ഓൺലൈൻ കൗൺസിലിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ കൗൺസിലിംഗ്, അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ കൗൺസിലിംഗ്, പിന്നെ എത്തിക്കൽ കൺസിഡറേഷൻ. ഇത്രയുമായപ്പോൾ നമ്മുടെ യൂണിറ്റ് 17 കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ബ്ലോക്ക് 5 അവസാനിച്ചു. ഇനി അടുത്തത് ബ്ലോക്ക് 6 ആണ്. ഇത് പ്രാക്ടിക്കൽസിനുള്ളതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇത്രയും യൂണിറ്റ്സ് അല്ലെങ്കിൽ ഇത്രയും 5 ബ്ലോക്സ് അടങ്ങിയിട്ടുള്ള 17 യൂണിറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് നമ്മുടെ കൗൺസിലിംഗ് സൈക്കോളജിയുടെ പേപ്പർ പറയുന്നത്. ആൻഡ് ഇത് നിങ്ങൾ പഠിക്കാനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഓരോ പേപ്പറിന്റെയും ഒബ്ജക്റ്റീവ്സ്, ഓരോ യൂണിറ്റ്സ് പഠിക്കുമ്പോഴും അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുക. നിങ്ങൾക്ക് ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോൾ അതിന് ആ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആൻഡ് ആ ഓരോ പേപ്പറിന്റെയും അവസാനം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അത്യാവശ്യം കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. എക്സാം ഓറിയന്റഡ് ആയിട്ടും അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു പേപ്പർ പഠിക്കാൻ ആക്ച്വലി ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്.